പ്രൈസ് ദി ലോർഡ്. യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ക്രിസ്മസ് ദിനം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. സൃഷ്ടാവ് സൃഷ്ടിയായി മാറുന്ന സുദിനം. ദൈവം മനുഷ്യനെ തേടി ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ വന്നു പിറന്ന ആ സുദിനത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ഉണ്ണീശോ വന്ന് പിറക്കേണ്ടത് പുൽത്തൊട്ടിയിലല്ല, നമ്മുടെ ഹൃദയത്തിലാണ്. 1000 പുൽക്കൂടുകളിൽ ഉണ്ണിയേശു പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ല എങ്കിൽ ഈ ആഘോഷങ്ങളെല്ലാം അർത്ഥശൂന്യമായി മാറും. ദൈവപുത്രനായ യേശുവിൻ്റെ ജനനം അനേകം പ്രവാചകന്മാരുടെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. യേശുവിന് 500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യേശയ്യാ പ്രവാചകൻ യേശയ്യാ 7:14 കർത്താവ് അരുളിച്ചെയ്യുന്നു, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1:22 യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന്. നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, ഉണ്ണിയേശു ആരായിരുന്നു? ഉണ്ണിയേശുവിനെ ആരാണ് ഭൂമിയിലേക്ക് അയച്ചത്? ഉണ്ണിയേശുവിനെ എന്തിനു വേണ്ടിയാണ് അയക്കപ്പെട്ടത്? ഉണ്ണിയേശുവിനെ നാം ഹൃദയത്തിൽ സ്വീകരിച്ചുവോ? നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയോ? ഇതൊക്കെ നാം ഗാഢമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ണിയേശു ദൈവപുത്രനാണ്. യോഹന്നാൻ 1:1 പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം മാംസം ധരിച്ച് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. ഉണ്ണിയേശു ദൈവവും മനുഷ്യനുമാണ്. ഫിലിപ്പി 2:6-7 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായി സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ കാണപ്പെട്ടു, മനുഷ്യനെ പോലെ ആകൃതിയിൽ കാണപ്പെട്ടു എന്ന്. ദൈവപുത്രനായ യേശുവിനെ പിതാവായ ദൈവമാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്. തൻ്റെ പുത്രനെ എന്തിനു വേണ്ടിയാണ് അയച്ചത്? നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. പാപാന്തകാരത്തിൽ ആയിരിക്കുന്ന നമ്മെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിനായി, അതായത് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിനായി, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ആത്മരക്ഷയ്ക്കായിട്ട് സ്വപുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. യേശുക്രിസ്തു നേടിത്തന്ന രക്ഷ നാം സ്വന്തമാക്കിയോ എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നാം യേശുവിനെ പോലെ സ്വഭാവമുള്ളവരായി മാറും. യേശു നൽകുന്നത് സമാധാനമാണ്, കലഹമോ ഭിന്നതയോ അല്ല. നാം കലഹവും ഭിന്നതയും അസൂയയും വിദ്വേഷവും സ്വാർത്ഥതയും ആണ് വെച്ച് പുലർത്തുന്നതെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിച്ചിട്ടില്ല എന്ന് തന്നെ വ്യക്തമാണ്. ഇന്നത്തെ ലോകം യുദ്ധങ്ങളുടെയും അസ്വസ്ഥതകളുടെയും കലഹങ്ങളുടെയും ഭിന്നതയുടെയും വേദനയുടെയും കാലഘട്ടമാണ്. ആ വേദനിപ്പിക്കൽ, അതിനിടയിൽ ക്രിസ്മസ് നമ്മെ സ്നേഹത്തിലേക്കും സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും ഉള്ള വഴികളാണ് കാണിച്ചു തരുന്നത്. മറ്റുള്ളവരെ കേൾക്കാനും ചേർത്ത് നിർത്താനും അംഗീകരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും വളർത്തുവാനും ഉയർത്തുവാനും നാം ശ്രമിക്കുമ്പോൾ യേശുവിനെ പോലെ ആയിത്തീരുകയാണ് നാം. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും വിഭജനങ്ങൾക്ക് പകരം ഐക്യം വളർത്തണം. വൈരാഗ്യത്തിന് പകരം ക്ഷമയും സ്നേഹവും പങ്കുവയ്ക്കലും എല്ലാമാണ് നാം കൊടുക്കേണ്ടത്. യേശു നമ്മുടെ ഹൃദയത്തിൽ അപ്പോൾ മാത്രമേ വസിക്കുന്നുള്ളൂ. നമ്മുടെ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നവരും വേദന അനുഭവിക്കുന്നവരും
ഒന്ന് സംസാരിക്കാൻ പോലും ആരും തിരിഞ്ഞു നോക്കാത്തവരും രോഗികളായി അവശതയിൽ കഴിയുന്നവരും ഉണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ. അവരെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തിക്കൊണ്ട് നാം എന്ത് ക്രിസ്മസ് ആഘോഷങ്ങൾ പങ്കെടുത്താലും യേശു നമ്മളിൽ വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവശതയിൽ കഴിയുന്ന മാതാപിതാക്കളെ, രോഗികളായി കഴിയുന്നവരെ, അവഗണിക്കപ്പെട്ട് കിടക്കുന്നവരെ എല്ലാം പരിഗണിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമയിൽ, ഐക്യത്തിൽ, സ്നേഹത്തിൽ, സഹോദര സ്നേഹത്തിലും ദൈവസ്നേഹത്തിലും വളരുമ്പോഴാണ് നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ യേശുനാഥൻ വന്ന് പിറക്കുന്നത്. ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.